നമുക്ക് ഈ ഒരു വാട്ടർഫാൾ ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിന് മേലേക്ക് പോകണം. മേലെ പോയിട്ട് നമുക്ക് സൂപ്പറായിട്ട് താഴെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ താഴത്ത് നിന്ന് കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ നമ്മൾ എത്തിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. വേണ്ട നമുക്ക് ഈ ഒരു വാട്ടർഫാൾ ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിന് മേലേക്ക് പോകണം. മേലെ പോയിട്ട് നമുക്ക് സൂപ്പറായിട്ട് താഴെ കാണാൻ പറ്റും. താഴത്തുള്ളതിനൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനും അവിടെ ക്യാമറമാൻ കുഞ്ചും കൂടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മേലേക്ക് ഉണ്ടോ, വെള്ളം ഒഴുകുന്നുണ്ടോ അവിടെ? അപ്പോൾ നമ്മൾ താഴത്ത് നിന്ന് കാണുന്ന വെള്ളച്ചാട്ടത്തിന്റെ മേലെ നമ്മൾ എത്തിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ താഴത്ത് നിന്ന് കണ്ട വെള്ളം ഇവിടെ നിന്നാണ് ഒഴുകി പോണത് കേട്ടോ. കാണിച്ചു തരാം. താഴെ നേരെ കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് വെള്ളം ഇങ്ങനെ വന്നിട്ട് കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് ഒഴുകി പോണത്. അതുകൊണ്ടാ താഴത്തുനിന്ന് അത് കൈ കാണിക്കില്ലേ. എങ്ങനെയുണ്ട് സംഭവം? സെറ്റല്ലേ? കണക്ക് 4 വഴിക്ക് പറഞ്ഞാൽ പിന്നെ താഴെ എത്തിയിട്ടാണ്. പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. 4 വഴിക്ക് നമ്മൾ താഴത്ത് പോകും. നമുക്കിത് ഇവിടുന്ന് ഡാം അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്നിട്ട് പറഞ്ഞാൽ ഡാം കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. കണ്ടോ എങ്ങനെയുണ്ട്? അവിടെ ഒരേ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് ആ വെള്ളച്ചാട്ടത്തിൽ. ഇതാണ് നമ്മുടെ കുഞ്ചു, ക്യാമറമാൻ കുഞ്ചു. കാർ ഇവിടെ എവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എവിടെ കാർ നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം സംഭവം സെറ്റാണ്. ഇതേ കുഞ്ചു നീസാണ്. ഇത് നമുക്ക് ബാക്കി കാഴ്ചകളാണ്. കുറച്ചും കൂടി അപ്പുറത്ത് പോയി ഇതേ ഒരു വെള്ളച്ചാട്ടം അവിടെയും ഉണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാം. ഇവിടെ ഉണ്ടല്ലോ വെള്ളച്ചാട്ടം.
സെറ്റാണ്, അടിപൊളിയാണ്, മൊത്തം കാണാം. അയ്യേ വെള്ളമില്ല. ഞായറാഴ്ച നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെയാണ് ചൂണ്ടയുടെ ഇറങ്ങുക. ഇന്ന് കൂന്തള നിറച്ചില്ലടാ, ഇല്ലെങ്കിൽ ഇവിടെയാണ് കൂന്തള നിറച്ചിട്ടുണ്ടാവുക. നമ്മളുടെ